നമസ്കാരം, സ്വാഗതം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക്. പത്തനംതിട്ടയിൽ രാജു എബ്രഹാം CPM ജില്ലാ സെക്രട്ടറി. വിശദമായ വാർത്തകൾ നോക്കാം. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. ശ്വാസകോശത്തിലെ ചതവ് മൂലമുള്ള രക്തസ്രാവം ഗുരുതരം. തലച്ചോറിലെ രക്തസ്രാവം കൂടാത്തത് ആശ്വാസം. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. മെഡിക്കൽ സംഘത്തിന്റെ വിശദീകരണം രണ്ടാമത്തെ CT സ്കാനിന് ശേഷം. രാജു എബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. ഉദയഭാനു ഉൾപ്പെടെ 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കി. കമ്മിറ്റിയിൽ അച്ചടക്ക നടപടി നേരിട്ട തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി ഉൾപ്പെടെ 6 പുതുമുഖങ്ങൾ. വയനാട് കോഴ വിവാദത്തിൽ IC ബാലകൃഷ്ണനെതിരെ CPM മാർച്ച്. ആത്മഹത്യ ചെയ്ത NM വിജയനെ ഇടനിലക്കാരനാക്കി IC ബാലകൃഷ്ണൻ പണം തട്ടിയെന്ന CPM. പുറത്തുവന്ന കരാർ രേഖയിലുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. മതത്തിന്റെ പേരിൽ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന കാലത്ത് ഗുരുവിന്റെ ആശയങ്ങൾ പ്രസക്തമെന്ന മന്ത്രി MP രാജേഷ്. ഗുരുദേവ മന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായി ശിവഗിരി. ഓസ്ട്രേലിയക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വൻ തോൽവി. ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു. 2 അക്കം കണ്ടത് 2 പേർ മാത്രം. പരമ്പരയിൽ ഓസ്ട്രേലിയ മുന്നിൽ. യശസ്വി ജയ്സ്വാളിന്റെ പുറത്താകലിൽ വിവാദം. നൃത്തപരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുന്നു. തലച്ചോറിനേറ്റ ക്ഷതം വ്യാപിക്കാത്തത് ആശ്വാസമാണെങ്കിലും ശ്വാസകോശത്തിലെ ചതവും രക്തം കെട്ടിക്കിടക്കുന്നതും ഗൌരവമുള്ളതാണ്. ആന്റിബയോട്ടിക്കുകൾ നൽകി വരികയാണെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ശ്വാസകോശത്തിലെ ചതവുകൾ ഗുരുതരമായതിനാൽ ഉമാ തോമസ് കുറച്ചധിക ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. ആന്തരിക രക്തസ്രാവം വർദ്ധിക്കാത്തതും തലച്ചോറിലെ പരിക്കുകൾ കൂടുതൽ ഗുരുതരമാകാത്തതും ആശ്വാസകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ശ്വാസകോശത്തിലെ അണുബാധ മാറ്റാൻ ആന്റിബയോട്ടിക്കുകൾ നൽകി വരികയാണെന്നും മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടിക്കിട്ടും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസിനെ ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് കൂടുതൽ പരിക്കുകളുള്ളത്. നട്ടെല്ലിന് പരിക്കുണ്ടെങ്കിലും സാരമുള്ളതല്ല. കോട്ടയത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘവും പരിശോധനകൾ നടത്തി. മീഡിയ 1 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയ പരിപാടി സംഘടിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച്. സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് GCDA അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് അപകടമുണ്ടായ സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. BNS, കേരള പോലീസ് ആക്ട് തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രാഥമികമായിട്ട് സ്റ്റേജ് കെട്ടുന്നതിൽ അപാകതയുള്ളതായിട്ടാണ് സംശയിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ PWD എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഈ കെട്ടിയിട്ടുള്ള സ്റ്റേജ് പരിശോധിപ്പിച്ച് അതിലുള്ള അപാകത മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സംഘാടകരായ മൃദംഗം മിഷനും സ്റ്റേജ് നിർമ്മിച്ച കരാർ ജീവനക്കാർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന കരാർ ലംഘിച്ചാണ് സംഘാടകർ പരിപാടി നടത്തിയതെന്ന് GCDA ചെയർമാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റേഡിയത്തിലെ VIP പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് ഒരെണ്ണം നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ
ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയെന്ന പ്രാഥമിക സുരക്ഷാ നടപടി പോലും സംഘാടകർ സ്വീകരിച്ചില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപകട സ്ഥലത്ത് GCD എഞ്ചിനീയർമാരും ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. മീഡിയ 1 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെയുണ്ടായ അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസ്. പോലീസിന് ഗുരുതരമായ കൃത്യവിലോപമുണ്ടായി. നിയമപരമായുള്ള നടപടികൾ പാലിച്ചാണോ അനുമതി നൽകിയത് എന്നതിൽ വിശദീകരണം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സംഘാടകർ മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം GCDയെക്കുണ്ട്, അതുപോലെ തന്നെ പോലീസിനുണ്ട്, രണ്ട് കൂട്ടർക്കുണ്ട്. ഇത് ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഇതുണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉണ്ടായ അപകടം അത് കാരണക്കാരാരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും മേലാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വരുന്നു എന്നുള്ള വാർത്തകളാണുള്ളത്. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട പരിപാടിയുടെ സംഘാടകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓസ്കർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. സ്റ്റേജ് നിർമ്മിച്ചതടക്കം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള കണ്ടെത്തലുകൾ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പരിപാടിയുടെ സംഘാടകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, മൃദംഗ വിഷനാണ് സംഘാടകർ, പക്ഷെ അവരെ ഏൽപ്പിച്ചതായിരിക്കാം ഈ ഓസ്കർ ഇവന്റ്സ് മാനേജറെ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇദ്ദേഹത്തെ അല്ലാതെ കൂടുതൽ കസ്റ്റഡികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാക്കുന്നു നിതിൻ? ജിൽസി, ഈ നൃത്ത പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ്, അതായത് മൃദംഗ വിഷയം നടത്തിയ ഈ പരിപാടി ഏൽപ്പിച്ചിരുന്നത്, ഇതിന്റെ ക്രമീകരണങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ഓസ്കാർ ഇവന്റ്സ് എന്നൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെയായിരുന്നു. അവരുടെ ഈ കൃഷ്ണകുമാറിന്റെ ഇതിന്റെ മാനേജർ, ഈ ഇവന്റ്സിന്റെ മാനേജർ കൃഷ്ണകുമാറിനെയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ഇയാളെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലാരിവട്ടം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ മൃദംഗ വിഷനാണ് ഇവർക്ക് ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിന് ഈ ക്രമീകരണങ്ങളുടെ ചുമതല, സ്റ്റേജിന്റെയും ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ അടക്കമുള്ള ഈ എല്ലാ ക്രമീകരണങ്ങളെയും ചുമതല നൽകിയിരുന്നത് ഇവന്റ് മാനേജ്മെന്റ് ടീമിനായിരുന്നു, ഓസ്കാർ ഇവന്റ്സ് എന്ന ആ ടീമിന്. ഇവരുടെ മാനേജറിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, പാലാരിവട്ടം പോലീസ്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്, ഈ സംഘാടകർ മൃദംഗ വിഷൻ എന്ന സംഘാടകർ മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ്. മൃദംഗ വിഷൻ MD നികേഷ് കുമാറാണ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം തേടി. പരിപാടിയുടെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവന്റ് മാനേജ്മെന്റ് ടീമിലെ മാനേജറെ ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സംഘാടകർ, ഈ മൃദംഗ വിഷന്റെ ഉടമ നികേഷ് കുമാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. ജിൽസി, എന്തായാലും ഇപ്പോൾ നടപടികളിലേക്ക് കൂടുതൽ പോലീസ് കടന്നിരിക്കുന്നുണ്ട്. പരിപാടിയുടെ സംഘാടകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. സസ്പെൻസുകൾക്കൊടുവിൽ പത്തനംതിട്ട CPM-ന് പുതിയ നേതൃത്വം. മുൻ MLA രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 6 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. അച്ചടക്ക നടപടി നേരിട്ട തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയും കമ്മിറ്റിയിലുണ്ട്. KP ഉദയഭാനു ഉൾപ്പെടെ 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഇതൊരു പദവിയായി ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഇതൊരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് സംഘടനാ പ്രവർത്തന രംഗത്ത്. അപ്പോൾ അത് കഴിഞ്ഞ മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വലിയൊരു മാതൃക ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് വിശ്രമരഹിതമായ സംഘടനാ പ്രവർത്തനം. അത്രയുമൊന്നും വരാൻ കഴിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കി വലിയ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ജില്ലയിലെ പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, രാജു എബ്രഹാം ഉൾപ്പെടെ കുറച്ചു പേരുകൾ മുന്നോട്ട് വന്നിരുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക്. ഏകകണ്ഠമായിരുന്നു തെരഞ്ഞെടുപ്പ്.
അഭ്യൂഹങ്ങൾക്കും അവ്യക്തതകൾക്കും ഒടുവിൽ രാജു എബ്രഹാം തന്നെ പത്തനംതിട്ട പാർട്ടിയെ നയിക്കാനായി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പും സമാധാനപരമായിരുന്നു. പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ രാജു എബ്രഹാമിനെ പത്തനംതിട്ടയിലെ പാർട്ടി ഉൾക്കൊണ്ടു എന്ന് വേണം പറയാൻ. ഇന്നലെ മുതൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രതിനിധി സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. വ്യാപക തർക്കങ്ങൾക്കും പല പേരുകളും ഉയർന്നു വന്നെങ്കിൽ പോലും ആ പേരുകളൊക്കെ തന്നെ എതിർവിഭാഗം തർക്കത്തിലൂടെ മറികടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പോകുമോ എന്നുള്ള ഒരു ആകാംക്ഷ പൊതുവിലുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും വഴി തുറന്നില്ല. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ രാജു എബ്രഹാം തന്നെ ഒരു പൊതുസമ്മതൻ എന്ന നിലയിൽ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി 6 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവല്ല ഏരിയ സെക്രട്ടറി ആയിരുന്ന മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഫ്രാൻസിസ് ആന്റണി സംഘടനാ നടപടിയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടിരുന്നു. അതോടൊപ്പം ഫ്രാൻസിസ് ആന്റണിയും ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം PK ജില്ലാ സെക്രട്ടറി CM രാജേഷ്, കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ, ഇരവിപേരൂർ ഏരിയ സെക്രട്ടറി TK സുരേഷ് എന്നിവരെയും യുവജന പ്രാതിനിധ്യം എന്ന നിലയിൽ DYFI ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആകുമെന്നുള്ളതൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് 6 വയനാട്ടിൽ DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണം കടുപ്പിച്ച് CPM. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തി. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമനത്തിന് NM വിജയനെ ഇടനിലക്കാരനാക്കി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമനത്തിന് NM വിജയൻ ഇടനിലക്കാരനായി കോൺഗ്രസ് നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് NM വിജയനും മകനും വിഷം കഴിച്ചു മരിച്ചത്. ഇതോടെ വിഷയമേറ്റെടുത്ത CPM മരണം അന്വേഷിക്കണമെന്നും അഴിമതിയിൽ NM വിജയനെ ബലിയാടാക്കുകയായിരുന്നു എന്നും ആരോപിച്ച് സമരം ആരംഭിച്ചു. പണം വാങ്ങിയത് IC ബാലകൃഷ്ണൻ MLA ആണെന്നും സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് CPM ബത്തേരി ഏരിയ കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇവിടെ IC ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടത്തുകയും അദ്ദേഹത്തിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അദ്ദേഹം മാത്രമല്ല, ഇതിൽ ആരൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടോ അവരെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതേസമയം പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. പുറത്തുവന്നത് വ്യാജരേഖയാണെന്നും വിഷയത്തിൽ ഇന്നുതന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. കേസ് അന്വേഷിക്കാൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പീറ്റർ ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങിയതിന്റെ കരാർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ളയാളാണ് പീറ്റർ ജോർജ്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് പോലീസ് അന്വേഷിക്കുന്നത്. മീഡിയ 1 വയനാട്. ടൂറിസം പദ്ധതിയുടെ മറവിൽ ലക്ഷദ്വീപിൽ ഭൂമി കയ്യേറ്റം തുടരുന്നു. ദ്വീപ് നിവാസികളുടെ എതിർപ്പ് വകവയ്ക്കാതെ പൊളിച്ചുമാറ്റിയതിൽ തിണ്ണക്കരയിലെ താൽക്കാലിക നിസ്കാര പള്ളിയുമുണ്ട്. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ദ്വീപ് നിവാസികളെ പിന്തുണച്ച് കോൺഗ്രസ് പ്രതിനിധി സംഘം തിണ്ണക്കര സന്ദർശിച്ചു. അഗത്തി ദ്വീപിനടുത്ത ആൾപ്പാർപ്പില്ലാത്ത ദ്വീപായ തിണ്ണക്കരയിലാണ് ഗുജറാത്ത് ആസ്ഥാനമായുള്ള പ്രവേഗ് ഗ്രൂപ്പ് വൻകിട റിസോർട്ട് നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ മറവിൽ ഇവിടെ നേരത്തെയുണ്ടായിരുന്ന താൽക്കാലിക നമസ്കാര പള്ളിയും പൊളിച്ചുമാറ്റി. ഇതോടെ ദ്വീപ് നിവാസികൾ പ്രതിഷേധം ശക്തമാക്കി. തിണ്ണക്കരയിലെ പള്ളി പൊളിച്ച് മൊത്തം സാധനം തറയുള്ള കിട്ടേണ്ട അവശീന്റെ പരിപാടിയാണിത്. പള്ളി പൊളിച്ചുകൊണ്ട് ഇവിടെ ഉള്ള പള്ളിയാണ് മൊത്തം എടുത്തിങ്ങിട്ടത്. തീരസംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കടലിനോട് ചേർന്നു തന്നെ കോൺക്രീറ്റ് അടിത്തറകളിൽ ടെന്റ് സിറ്റി ഉയരുന്നത്. ഈ ദ്വീപിൻ്റെയൊക്കെ ക്യാരിങ് കപ്പാസിറ്റിയെ അവഗണിച്ചുകൊണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് തോന്നിയ പോലെ നിർബാധം അവരുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും അന്യായമാണ്. എൻ്റെ ധാർഷ്ട്യമേ ഇവിടെ നടക്കൂ, ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന കൂടാപ്പെട്ടലിൻ്റെ അഹങ്കാരമാണ് എനിക്ക് പിന്നിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതിയോടെ ഗുജറാത്ത് കമ്പനി കയ്യേറ്റം തുടരുകയായിരുന്നു. കണ്ടൽക്കാടുകൾ നശിപ്പിച്ചും തെങ്ങുകളടക്കം തീവച്ചും ടെന്റ് സിറ്റി എന്ന പേരിലുള്ള ടൂറിസം പദ്ധതി നടക്കുന്ന പ്രദേശത്ത് ലക്ഷദ്വീപിലെ കോൺഗ്രസ് പ്രതിനിധി സംഘം സന്ദർശനം നടത്തി. ZRZ-നകത്ത് ദ്വീപുകാരെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനോ വീട് വെക്കാനോ ഒന്നും സമ്മതിക്കാത്ത സ്ഥിതിക്ക് അതേ നിയമം തന്നെ ഗവൺമെന്റിനും ബാധകമാണ്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ZRZ-ന്റെ ആ നിയമം ലംഘിച്ചുകൊണ്ട്
അവിടെ ടെന്റ് സിറ്റി ഉണ്ടാക്കുകയാണ്. തികച്ചും ഇത് പ്രതിഷേധാർഹമാണ്. നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. ബംഗാരം ദ്വീപിലും തിണ്ണകരയിലും നടക്കുന്ന വൻകിട നിർമ്മാണ പ്രവൃത്തികൾ ലക്ഷദ്വീപിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് റിയാദ് കോടതി പരിഗണിക്കും. വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി ഉത്തരവിറങ്ങിയതിനു ശേഷം റഹീമിന്റെ മോചന ഉത്തരവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 തവണയായി കേസ് മാറ്റിവച്ചിരുന്നു. അനുകൂല വിധി വന്നാൽ ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും നൽകും. 2006 ഡിസംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് തുടക്കമായി. മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5-ന് തീർത്ഥാടനം അവസാനിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടപദങ്ങളെ മുൻനിർത്തിയാണ് ശിവഗിരി തീർത്ഥാടനം നടക്കാറുള്ളത്. 92 വർഷമായി ശിവഗിരിയിലേക്ക് നിരവധി പേരാണ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഈ വർഷത്തെ തീർത്ഥാടന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ പേരിൽ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് എം പി രാജേഷ് പറഞ്ഞു. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. ശ്രീനാരായണ ഗുരു നിർവഹിച്ച ആ ശിലാസ്ഥാപനത്തിന്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലാണ് കേരളം ഇന്ന് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു സംസ്ഥാനമായി പ്രദേശമായി മാറിത്തീർന്നിട്ടുള്ളത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ ജനലക്ഷങ്ങൾ ഗുരുവിനോടൊപ്പമുണ്ട് എന്ന് ഭക്തജനങ്ങൾ ഗുരുവിനോട് അഭ്യർത്ഥിച്ചതിനെ അർത്ഥവത്താക്കിക്കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി ശിവഗിരി തീർത്ഥാടനം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അടൂർ പ്രകാശ് എം പി, രമേശ് ചെന്നിത്തല MLA, വി ജോയ് MLA അടക്കം നിരവധി പ്രമുഖർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം, ശാസ്ത്ര സാങ്കേതിക സമ്മേളനം എന്നിവയും നടന്നു. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 5-നാണ് ശിവഗിരി തീർത്ഥാടനത്തിന് സമാപനമാവുക. മീഡിയ 1 തിരുവനന്തപുരം. പണമില്ലാതെ വരുമ്പോൾ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാതെ കേരളത്തിൽ തന്നെ സംസ്കരിക്കുന്ന സാഹചര്യവും അതിഥി തൊഴിലാളികൾക്കുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണണമെന്ന ബന്ധുക്കളുടെ ആഗ്രഹം കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വലിയ സ്വപ്നങ്ങളുമായി കേരളത്തിലെത്തിയവർ. അവരിൽ പലർക്കും ജോലിസ്ഥലത്തെ അപകടങ്ങളിൽ മറ്റുമായി ജീവൻ നഷ്ടപ്പെടുന്നു. ജോലി ചെയ്ത് അന്നേ വരെ കൂട്ടിവച്ചതൊന്നും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തികയില്ല. അങ്ങനെയാണ് കേരളത്തിൽ തന്നെ മൃതദേഹം സംസ്കരിക്കേണ്ടി വരുന്നത്. सारे ठाकुर का नाम का एक लड़का है, वो बिल्डिंग का काम करने वाला है. इधर बुखार होगी, जांडिस होगी, वो मर गया. गवर्नमेंट का कुछ मदद नहीं मिलता है. वो उसका माँ बाप देखने के लिए बहुत प्रॉब्लम बोल रहा था, लेकिन पैसा नहीं था, इसीलिए इधर ही जला दिया. മരണപ്പെടുന്നവരുടെ അടുത്ത ബന്ധുക്കൾ നാട്ടിലായിരിക്കും. അവസാനമായി ഒന്ന് കാണണമെന്ന് മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് താങ്ങാനായിട്ട് ഗ്രാമത്തിലെ ദരിദ്രരായിട്ടുള്ള കുടുംബത്തിന് ശേഷിയുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും, അവർ ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഈ പണം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്, അതിലൊരു ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാവാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് മരണം സംഭവിച്ചാൽ പലപ്പോഴും ഏജന്റുമാർ കൈയൊഴിയും. സർക്കാരിന്റെ സഹായം കൂടി കിട്ടാതെ വരുമ്പോഴാണ് നാട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അടയുന്നത്. ക്യാമറമാൻ വിപി തടത്തിനൊപ്പം സിജോ ബി ജോൺ, മീഡിയ 1 കൊച്ചി. തിരുവനന്തപുരം RCCയിൽ വനിതാ ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ സഹപ്രവർത്തകൻ ഒളിക്യാമറയിൽ പകർത്തിയതായി പരാതി. ഗുരുതരമായ പരാതി ഉയർന്നിട്ടും ലാബ് ജീവനക്കാരനായ രാജേഷ് KRനെ ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തത്. ഡയറക്ടർക്കും ഇന്റേണൽ കമ്മിറ്റിക്കും കിട്ടിയ പരാതി പോലീസിന് കൈമാറാൻ പോലും അധികൃതർ തയ്യാറായില്ല.
RCCയിലെ മെഡിക്കൽ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരാണ് പരാതിക്കാർ. വസ്ത്രം മാറുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഉപയോഗിക്കുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നാണ് പരാതി. ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ ചാർജുള്ള ടെക്നിക്കൽ ഓഫീസർ രാജേഷ് KRനെതിരെയാണ് പരാതി. ഇയാൾ ജീവനക്കാരോട് മോശമായി സംസാരിക്കുന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. ജീവനക്കാരെ ജാതീയമായി അധിക്ഷേപിച്ചതായും പരാതി നൽകി. വനിതാ ജീവനക്കാരുടെ സംഭാഷണങ്ങൾ പോലും രാജേഷ് ഒളിക്യാമറയിൽ പകർത്തി. സംഭവം അറിഞ്ഞ ജീവനക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ RCC ഡയറക്ടർക്ക് പരാതി നൽകി. എന്നാൽ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡയറക്ടർ സ്വീകരിച്ചതെന്നും വനിതാ ജീവനക്കാർ പറഞ്ഞു. പിന്നീട് ജീവനക്കാരുടെ സംഘടന ഇടപെട്ട് നവംബറിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകി. ICC ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം നടത്തിയ ഇന്റേണൽ കമ്മിറ്റി രാജേഷിനെതിരെ നടപടിയെടുക്കണമെന്ന് മാനേജ്മെന്റിനെ അറിയിച്ചു. സസ്പെൻഷൻ അടക്കമുള്ള നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുക മാത്രമാണ് ഡയറക്ടർ ചെയ്തത്. ലാബിൽ നിന്ന് ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റി ഡയറക്ടർ ഉത്തരവിറക്കി. ആരോപണ വിധേയനെ സംരക്ഷിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് വനിതാ ജീവനക്കാരും സംഘടനയും കുറ്റപ്പെടുത്തി. വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെടാനാണ് ജീവനക്കാരുടെ തീരുമാനം. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം. ഗവേഷക വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കാൻ കേരള സർവകലാശാല. മീഡിയ 1 വാർത്തയിലാണ് കേരള വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ ഇടപെടൽ. നടപടി പുനഃപരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ VC സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകി. ഒറ്റയടിക്ക് 15 ഇരട്ടിയോളം വർധനവാണ് പാർട്ട് ടൈം ഗവേഷകരുടെ ഫീസിൽ വരുത്തിയത്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. മലപ്പുറത്ത് മദ്രസ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് പോസ്റ്റിലിടിച്ച് മൊറയൂർ അറഫ നഗർ സ്വദേശി ഫാത്തിമ ഹിബയാണ് മരിച്ചത്. കൊച്ചി കടവന്ത്രയിൽ KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. അരുക്കുറ്റി സ്വദേശി സീനത്താണ് മരിച്ചത്. പാലക്കാട് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. ചളവറ ഗവൺമെന്റ് UP സ്കൂളിലെ താൽക്കാലിക അധ്യാപിക EV സുനിതയാണ് മരിച്ചത്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ കാക്കഞ്ചേരിയിൽ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ കുടുങ്ങി. ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികൾ മരിച്ചു. മലപ്പുറം എടരിക്കോട് സ്വദേശി സുലേഖ, വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി മലപ്പുറത്തെ ആശുപത്രികളിൽ നിന്ന് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്ക് വരികയായിരുന്നു ഇരുവരും. അരമണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽ കിടന്നെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു. സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിൽ പോലീസ്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. ദിലീപ് നിലത്ത് തലയടിച്ചു വീണിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. തകർത്ത് തീയിട്ടത്. ഇവിടെ നിന്ന് ആരോഗ്യ പ്രവർത്തകരടക്കം 300ഓളം പേരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആശുപത്രിയുടെ തലവൻ ഡോക്ടർ അബു സാഫിയ അടക്കമുള്ളവർ ഇപ്പോൾ എവിടെയാണെന്ന് ഇസ്രായേൽ പറയുന്നില്ല. അബു സാഫിയെ ഉടൻ മോചിപ്പിക്കണമെന്ന് WHO മേധാവി ടെഡ്രോസ് അധനോം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഗസയിൽ 20 ദിവസം പ്രായമുള്ള കുഞ്ഞ് അതിശൈത്യം മൂലം മരിച്ചു. 6 ദിവസത്തിനുള്ളിൽ 5 കുഞ്ഞുങ്ങളാണ് കൊടും ശൈത്യം കാരണം ഗസയിൽ മരിച്ചത്. അഭയാർത്ഥികളായി കഴിയുന്ന 20 ലക്ഷം മനുഷ്യരിൽ ഭൂരിഭാഗം പേർക്കും ടെന്റുകളിൽ പുതപ്പ് പോലുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1. US മുൻ പ്രസിഡന്റും നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ്. 1977 മുതൽ 81 വരെ US പ്രസിഡന്റായിരുന്നു. 100 വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. ക്യാൻസറിനെ അതിജീവിച്ച ജിമ്മി കാർട്ടർ കഴിഞ്ഞ US തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വമ്പൻ തോൽവി. 184 റൺസിനാണ് ഓസ്ട്രേലിയയുടെ ജയം. 340 റൺസ് പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ 155 റൺസിന് എല്ലാവരും പുറത്തായി. 84 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളും 30 റൺസ് നേടിയ ഋഷഭ് പന്തും ഒഴികെ മറ്റാരും 2 അക്കം കടന്നില്ല. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 മുന്നിലെത്തി. തോൽവിയോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ സാധ്യത മങ്ങി. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് ബംഗാളിനെ നേരിടും. 3-2 മത്സരവും തോറ്റ കേരളത്തിന് ഈ മത്സരം നിർണായകമാണ്. 2 പോയിന്റുമായി ഗ്രൂപ്പ് ഇയിൽ 7ാമതാണ് കേരളമുള്ളത്. 10 പോയിന്റുമായി മധ്യപ്രദേശാണ് ഗ്രൂപ്പിൽ 1ാമത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,120 രൂപ, പവൻ 56,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,905 രൂപ, പവന് 47,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്രസിഡന്റ് പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ആതിര മുരളി.